ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഒരു സുപ്രഭാതം കൂടെ ദൈവം നൽകിയ വൻകൃപയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആലോചിക്കുവാനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമ്മളെ വേദനിപ്പിച്ചവരെ മറക്കാനായിട്ട് അത്ര എളുപ്പമല്ല. നമ്മളെ തകർത്തവരെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ശരിക്കും മനസ്സ് വേദനിക്കും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ സഹോദരി സഹോദരങ്ങളാകാം, നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം. ആര് വേദനിപ്പിച്ചാലും ശരിക്കും വേദന നമ്മുടെ ഉള്ളിൽ തട്ടിയാൽ അത് കുറേ കാലം ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടാകുന്ന ആ വേദനകൾ മുറിവുകളായി തീരും, ഇന്റേണൽ വൂൺസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ദേഷ്യം വരും, അയാളെ കാണുമ്പോൾ വെറുപ്പ് വരും. അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമ്മളായിരിക്കും കിടന്ന് വിഷമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഓരോ സമയത്തും നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും. അവരെ കാണുമ്പോഴായിരിക്കും നമുക്ക് വേദന കൂടുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച കുറേ മനുഷ്യരുണ്ടാകാം. നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ച കൂട്ടുകാരുണ്ടാകാം. അവരൊക്കെ തിരിച്ച് നമുക്ക് വേദനയായിരിക്കും തന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി നന്മ ചെയ്തിട്ട് നമുക്കൊരു തിന്മയായിരിക്കും തിരിച്ചു കിട്ടിയത്, ഒരു വേദനയായിരിക്കും തിരിച്ചു കിട്ടിയത്, നന്ദിയില്ലായ്മയായിരിക്കും തിരിച്ചു കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കോപവും വിരോധവും വേദനയും ഒക്കെ ഉണ്ടാകും. പക്ഷേ യേശു നമ്മോട് പറയുന്നത് വളരെ ശക്തമായ ഒരു മെസ്സേജാണ്: ക്ഷമിക്കൂ. എന്തിനാ ക്ഷമിക്കുന്നേ? ക്ഷമിക്കൽ എന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നത് മാത്രമല്ല, സ്വന്തം ഹൃദയത്തെ സ്വാതന്ത്ര്യമാക്കുന്നതാണ്. കർത്താവ് നമ്മളെ കാണിച്ചു തന്നതാണ് ക്ഷമിക്കുന്നത്. പലരും യേശുവിൻ്റെ അടുത്തേക്ക് പരീക്ഷിക്കാനായിട്ട് പലരെയും കൊണ്ടുപോയി. അവൻ അവർക്ക് കാണിച്ചു കൊടുത്തത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ക്ഷമയായിരുന്നു. അവൻ എല്ലാവരോടും ക്ഷമിച്ചു. സ്വന്തം ഉപദ്രവിച്ചവരെ, ക്രൂശിൽ തറച്ചവരെ അവൻ ക്ഷമിച്ചു. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് ഈ യഹൂദഗണം, ക്രൂശിക്കാൻ കൊണ്ടായ യഹൂദഗണം. മുറിവേൽപ്പിച്ചു, അടിച്ചു, ഇടിച്ചു, തുപ്പി, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു വേദനിപ്പിച്ചു, ചാട്ടവാറ കൊണ്ട് അടിച്ചു. അവരെല്ലാവരോടും കർത്താവ് ക്ഷമിച്ചു. അത് നമുക്ക് മാതൃകയായി നമുക്ക് കാണിച്ചു തന്നതാണ്. അതുപോലെ ആ ക്ഷമിക്കുന്ന മനുഷ്യന് മനസ്സിലൊരു സമാധാനം ഉണ്ടാകും. യേശു ഈ വാക്കുകൾ പറഞ്ഞത് എന്തിനാ? നമ്മളെ കാണിച്ചത് എന്തിനാ? പരസ്പരം സ്നേഹത്തോടും കരുണയോടും ജീവിക്കേണ്ടതിനാണ്. നമ്മോട് എത്ര പ്രാവശ്യമാണ് കർത്താവ് ക്ഷമിച്ചിരിക്കുന്നത്? നമ്മൾ എന്തെല്ലാം പാപങ്ങളാ ചെയ്തേ, എന്നിട്ട് കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ലേ? എന്തുകൊണ്ടാ? കർത്താവ് സ്നേഹമാണ്, കർത്താവ് ക്ഷമയാണ്, കർത്താവ് കരുതലാണ്. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും പഴയ മുറിവുകളുമായിട്ട് ജീവിക്കുക. പഴയ ഓർമ്മകൾ, പഴയ വേദനകൾ, പഴയ വഞ്ചനകൾ. എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കുക? എത്ര കാലം നമ്മൾ അവരെ വെറുക്കുക? നമുക്ക് തന്നെ ജീവിതം മടുത്തു പോകും. അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനെ ഇന്റേണൽ വൂൺസ് കൂടി കൂടി സമാധാനമല്ല ഉണ്ടാവും. മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് വേദനയായിരിക്കും. അവർ ചിരിച്ചു കളിച്ച് നടക്കുമായിരിക്കും. അതുകൊണ്ട് സഹോദര സഹോദരി, ഇന്നൊരു തീരുമാനമെടുക്കുക. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തതാണെങ്കിലും ഒരു കാര്യം ഓർക്കുക, കർത്താവിനെ വേദനിപ്പിച്ച അത്രയൊന്നും നമ്മളെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല.
കർത്താവിന് ഉപദ്രവിച്ച അത്രയൊന്നും നമ്മളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. കർത്താവ് സഹിച്ച അത്ര വേദന നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. എന്നിട്ടും കർത്താവ് സഹിച്ചു, ക്ഷമിച്ചു, പൊറുത്തു. സഹോദര സഹോദരി, ഇന്ന് നമ്മുടെ ദിവസമാണ്. നമുക്ക് അവരോട് പൊറുക്കാം. എല്ലാവർക്കും ഒരു അവസരം കൂടെ കൊടുക്കണ്ടേ? അപ്പൊ പറയും, ഞാൻ പല അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും കർത്താവ് നമ്മളോട് എത്ര അവസരങ്ങൾ തന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ട്. ചെയ്യില്ല എന്ന് പറഞ്ഞ തെറ്റുകൾ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. ആ ക്ഷമ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും കാണിക്കണം. ഭാരം കൊണ്ട് നിറഞ്ഞു നിങ്ങളുടെ മനസ്സ്, മതി. ഇന്ന് നമുക്ക് ആ ഭാരം കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളോട് തന്നെ പറയാം, ഞാൻ ഇന്ന് എല്ലാ തെറ്റുകളും അവനോട് ക്ഷമിക്കുന്നു. എന്നിട്ട് കർത്താവിന്റെ മുന്നിൽ ഏറ്റു പറയുക, കർത്താവേ, ഞാൻ അവനോട് ക്ഷമ ചോദിക്കുന്നു. അവൻ എനിക്ക് വിരോധമായിട്ട് അനേക തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും അവനോട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് ക്ഷമിക്കുന്നു, എൻ്റെ അമ്മയോട് ക്ഷമിക്കുന്നു, എൻ്റെ മകനോട് ക്ഷമിക്കുന്നു, എൻ്റെ മകളോട് ക്ഷമിക്കുന്നു, എൻ്റെ സഹോദരിയോട് ക്ഷമിക്കുന്നു, സഹോദരനോട് ക്ഷമിക്കുന്നു. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണമേ. ഹൃദയ സൗഖ്യത്തിനായി, മനസമാധാനത്തിനായി ഏറ്റവും നല്ലൊരു വഴി അതാണ്. ക്ഷമിക്കുന്ന ഹൃദയം കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ, നമ്മുടെ മനസ്സിൽ സന്തോഷം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, നമ്മൾക്ക് മറ്റുള്ളവരെ കണ്ട് ചിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കണമെങ്കിൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നമ്മളോട് കഠിനമായിട്ട് ഉപദ്രവിച്ച ആൾക്കാരോട് നമുക്ക് ഇന്ന് ക്ഷമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, ഇന്ന് കേട്ട ഈ വചനത്തെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഇത് ഈ വചനം കേൾക്കുന്നവരെയും ഇത് ഷെയർ ചെയ്യുന്നവരെയും കർത്താവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ സുപ്രഭാതത്തിൽ നീ അവരെ അനുഗ്രഹിക്കണമേ. അവരെ വേദനിപ്പിച്ച അനേക ഹൃദയങ്ങളെ, അനേക മനുഷ്യരെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ അവരൊത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരികൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൂട്ടുകാർ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, അവരെന്നെ വേദനിപ്പിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിന്നെ യഹൂദന്മാർ വേദനിപ്പിച്ച അത്രയൊന്നും എന്നെ ഇവർ വേദനിപ്പിച്ചിട്ടില്ല. നീ അവരോട് പുറത്തുവെങ്കിൽ കർത്താവേ, എനിക്കും ക്ഷമിപ്പാനുള്ള ഹൃദയം തരണമേ. എനിക്ക് അവരോട് ക്ഷമിക്കണം കർത്താവേ, എനിക്ക് അവരോട് ക്ഷമിക്കണം. എനിക്ക് അതിനുള്ള കഴിവ് തരണമേ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല എന്ന് എനിക്കറിയാം. കുരിശിൻ്റെ ചൂട്ടിലേക്ക് വയ്ക്കുകയാണെന്നറിയാം. എൻ്റെ എല്ലാ വേദനകളും, എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും ഞാൻ കുരിശിൻ്റെ ചൂട്ടിലേക്ക് വയ്ക്കുന്നു. കർത്താവേ, അടിയനോട് ക്ഷമിക്കണമേ, അവരോട് പൊറുക്കണമേ, അവരോട് പൊറുക്കണമേ. എൻ്റെ വേദനകളെല്ലാം എൻ്റെ കുരിശിൻ്റെ ചൂട്ടിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. അടിയങ്ങളെ വേദനിപ്പിച്ച എല്ലാവരെയും, വ്യക്തിപരമായ ഓരോരുത്തരെയും, നമ്മുടെ മനസ്സിലെല്ലാവരെയും ഏറ്റെടുക്കുക. വ്യക്തിപരമായ ഓരോരുത്തരെയും ഏറ്റെടുക്കുക. അവരോട് ക്ഷമിക്കണമേ. കർത്താവ്, എല്ലാ വേദനകളും നിന്റെ കുരിശിന്റെ ചൂട്ടിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് സന്തോഷമായി ജീവിക്കണം. നീ തന്നിരിക്കുന്ന മനോഹര ജീവിതം കർത്താവേ, നിന്റെ സന്നിധിയിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. അനുഗ്രഹമായി ജീവിക്കണം. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ കൂട്ടുകാർ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, നിന്റെ കൃപ അടിയങ്ങളിൽ നൽകണമേ. കർത്താവേ, അടിയങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, ഞങ്ങൾ ക്ഷമിച്ചില്ല എങ്കിൽ ഞങ്ങളോട് നീ ക്ഷമിക്കുകയില്ലല്ലോ. എങ്കിലും ഇത്രത്തോളം ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളോട് കരുതി, ഞങ്ങൾ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോലുള്ള സകല കുറവുകളും
കർത്താവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഒരു ദിവസം പുതിയൊരു ദിവസമായി ഞങ്ങളുടെ ജീവിതത്തിൽ തീരുവാൻ ഇനിയുള്ള കാലം മുഴുവനും എല്ലാവരോടും ക്ഷമിച്ച് നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ സഹോദര സഹോദരി, കർത്താവ് നിന്നെ യേശു വിളിക്കുന്നു. ഇന്ന് ക്ഷമിക്കുന്ന മകളെ, മകനെ, നിന്നിൽ പുതിയൊരു ഹൃദയം ഞാൻ നൽകുകയാണ് എന്ന് കർത്താവ് പറയുന്നു. ആ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ്, സമാധാനം നിറഞ്ഞ ഹൃദയമാണ്, സന്തോഷ സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പറ്റിയ ഹൃദയമാണ്. പുതിയ ഹൃദയത്തെ തരുന്നു. എല്ലാവരോടും ക്ഷമിപ്പാൻ കർത്താവെ അടിയങ്ങൾ അനുഗ്രഹിക്കണമേ. എത്ര വേദനിപ്പിച്ചവരാണെങ്കിലും കർത്താവെ, നിന്നെ വേദനിപ്പിച്ച അത്രയും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് പൊറുക്കണമേ, അവരോട് പൊറുക്കണമേ. കർത്താവെ, നൽകിയ നന്മയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലരെയും സകലത്തെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസത്തെ ഇനിയുള്ള ജീവിതത്തെ അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിന്റെ കൃപ മുഴുവൻ അനുഭവിച്ച് നിന്റെ മാതൃക കുഞ്ഞുങ്ങളായി വളരുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ച എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം, എല്ലാ കൃപകൾക്കുമായി സ്തുതിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിൻ്റെ പുനനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അനുഗ്രഹം പ്രാപിക്കുക. താങ്ക് യു.